നമസ്കാരം. സർവസംഘ പരിത്യാഗികളായ സന്യാസികളുടെ കൈവശം കണക്കിൽപ്പെട്ടതും പെടാത്തതുമായ സ്വകാര്യ സമ്പത്തുണ്ടാവുന്നത് അത്രയൊന്നും ശുഭകരമായ സംഗതിയല്ല. അത്തരം വാർത്തകൾ നമ്മെ ഭാരപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യും. മതജീവിതത്തെ ഇരുട്ടിലാഴ്ത്തുന്ന ഇത്തരം കേൾവികൾ ചർച്ച ചെയ്യപ്പെടുന്നത് സ്വാഭാവികമാണ്. എന്നാൽ കുറെ നാൾ മുമ്പ് നടന്ന ഒരു ശുഭവർത്തമാനമുണ്ട്. നന്മകൾ ഒരിക്കലും വാർത്തകളല്ലാത്തതിനാൽ അത് ചർച്ച ചെയ്യപ്പെടാനൊരു സാധ്യതയും ഇല്ലതാനും. ഏറെ പ്രിയമുള്ള ഒരാത്മമിത്രമാണ് നന്മയുടെ ആ കുറിപ്പ് അയച്ചു തന്നത്. ഫ്രൈഡേ മാഗസിൻ്റെ കവർ പേജ് ദ മങ്ക് ഹു സ്റ്റോൾ അവർ ഹാർട്ട്സ് എന്നൊരു ടൈറ്റിലാണ് അതിനുള്ളത്. 2019 ഗ്ലോബൽ ടീച്ചേഴ്സ് അവാർഡ് UAEയിൽ ഏറ്റുവാങ്ങിയ കെനിയയിലെ നാക്കുരു വില്ലേജിലെ ഒരധ്യാപകൻ, ഫ്രാൻസിസ്കൻ സന്യാസി പീറ്റർ തബീച്ചിയുടെ മുഖചിത്രമാണത്. 179 രാജ്യങ്ങളിലെ 10,000-ഓളം അധ്യാപകരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവൻ. തൻ്റെ വരുമാനത്തിൻ്റെ 80% ദുരിതപൂർണമായ സാഹചര്യങ്ങളിൽ വളർന്നു പോരുന്ന കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസവും വിദ്യാഭ്യാസ നിലവാരവും ഉയർത്തുവാൻ മാറ്റിവെച്ചുകൊണ്ട് സ്വജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു 36 വയസ്സുകാരൻ സന്യാസി. ലെസൺസ് ഫ്രം എ ടീച്ചർ ഹു ഓൺസ് നത്തിങ് എന്നാണ് ലേഖനത്തിൻ്റെ ശീർഷകം തന്നെ. വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്താൽ അയാളുടെ പ്രവർത്തനങ്ങൾ അറിയാവുന്നതേ ഉള്ളൂ. സത്യമായും ഇരുട്ട് കട്ട പിടിച്ചു വരുന്ന നാളുകളിൽ വെളിച്ചത്തിൻ്റെ ചെറുമിന്നൽ പിണരുകൾ നമ്മെ ആശ്വസിപ്പിക്കുന്നത് എത്ര അധികമാണ് അല്ലേ? മതജീവിതം എന്നാൽ ആഡംബരങ്ങളുടെയും ആഘോഷങ്ങളുടെയും കെട്ടുകാഴ്ചകളല്ല എന്നോർമ്മിപ്പിക്കുന്ന ഇത്തരം ബദൽ പാതകൾക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അത്രയും ഇങ്ങനെയൊക്കെ ഈ ഭൂമിയിൽ നടക്കാനാണ് പ്രിയരെ നാം ശരിക്കും ക്രിസ്തുവിൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്നതെന്ന് പറയാതെ പറയുന്ന മനുഷ്യൻ. പീറ്റർ തബീച്ചിയുടെ മറുപടി പ്രസംഗത്തിലെ അവസാന വരികൾ ഒരുപക്ഷെ നമ്മുടെ മതജീവിതത്തിന് തന്നെ ഒരു തിരുത്തൽ രേഖയായി സ്വീകരിക്കാവുന്നതാണ്. The value of a teacher cannot be measured in terms of the monthly salary. What matters is the passion and dedication. Everyone was born for a reason, and that failures are a part of our life. If you don't fail, you don't learn. If you don't learn, you never change, and that challenges and failures make us strong people. Through them, we become creative in the process of trying to find solutions. ഇരുൾ മൂടുന്ന ദിനവഴികളിലൊരു തിരുനാളമായി എരിഞ്ഞമരുവാൻ ഈ നോമ്പുകാലത്ത് അവൻ്റെ തിരുസാന്നിധ്യബോധം നമ്മിൽ നിറയ്ക്കാം. നമസ്കാരം.